ശ്യാം ദേവരാജ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് ഇതൊരു സ്ഥിരം സംഭവമായി ആവർത്തിക്കുന്ന വാർത്തകളായി മാറുന്നുണ്ട്. പലപ്പോഴും ഇതിൽ പെട്ടുപോകുന്നത് വലിയ വിദ്യാഭ്യാസമുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു തട്ടിപ്പിൽ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് തടയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം? ഷിയാസ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലാണ് സുപ്രീം കോടതി സുപ്രധാനമായ മാർഗനിർദ്ദേശങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും നൽകുന്നത്. അക്കൗണ്ടുകളിലെ നടപടികൾക്ക് SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കണമെന്നാണ് റിസർവ് ബാങ്കിന് നൽകിയ നിർദ്ദേശം. 4 ആഴ്ചയ്ക്കകം റിസർവ് ബാങ്ക് ഈ നടപടിക്രമങ്ങൾ തയ്യാറാക്കണം. സൈബർ തട്ടിപ്പ് പരാതി റിപ്പോർട്ട് ചെയ്യാൻ കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും പരാതി പരിഹാരം മൊഡ്യൂൾ രൂപീകരിക്കണം. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ മണി റെസ്റ്റോറേഷൻ മൊഡ്യൂളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാന സർക്കാരുകളും നടപ്പാക്കണം. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് സുപ്രീം കോടതി ഈ രീതിയിലുള്ള നിർദ്ദേശം നൽകുന്നത്. ഒപ്പം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണം. തട്ടിപ്പിനിരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും ബാധ്യതകൾ പങ്കിടുന്നതിനും പൊതു ചട്ടക്കൂട് രൂപീകരിക്കണമെന്ന നിർദ്ദേശവും കൂടി സർക്കാരുകൾക്ക് സുപ്രീം കോടതി നൽകുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. CBIയുടെ അന്വേഷണത്തിലുള്ള സാമ്പത്തിക പരിധി കുറയ്ക്കുന്നതിനും ബന്ധപ്പെട്ട സർക്കാരുകൾ ഉടൻ തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശവും കൂടി സുപ്രീം കോടതി നൽകുന്നുണ്ട്.